എന്റെ ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ. തിരൂർ വാഗൺ ട്രാജഡി സ്മാരക ടൗൺ ഹാളിൽ മൊഞ്ചത്തിമാരായി മണവാട്ടിമാരും തോഴിമാരും. ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ജില്ലാ കലോത്സവ നഗരിയിൽ ഉത്സവ പ്രതീതിയാണ്. വളരെ ആവേശത്തോടെയാണ് വിദ്യാർത്ഥികൾ ഓരോ മത്സരങ്ങളിലും പങ്കെടുക്കുന്നത്. അധ്യാപകരും മാതാപിതാക്കളും പൂർണ്ണ പിന്തുണയേകി കൂടെയുമുണ്ട്. തിരൂർ വാഗൺ ട്രാജഡി സ്മാരക ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന ഭിന്നശേഷി ജില്ലാ കലോത്സവത്തിലാണ് ആവേശകരമായ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. പങ്കെടുക്കുന്ന മുഴുവൻ മത്സരാർത്ഥികളും ഊർജ്ജസ്വലരായാണ് ഓരോ ഇനങ്ങളിലും പങ്കെടുക്കുന്നത്. ഇവരോടൊപ്പം എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് അധ്യാപകരും മാതാപിതാക്കളും കൂടെ തന്നെയുണ്ട്. നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ തിരൂർ വാഗൺ ട്രാജഡി ടൗൺ ഹാൾ പരിസരത്താണ്. ഇവിടെ വളരെ വലിയൊരു വിശേഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ജില്ലാ കലോത്സവം ശലഭങ്ങൾ 2024 അല്ല നിങ്ങളുടെ പരിപാടിൻ്റെ പേര്? ഓക്കെ. അപ്പോൾ അതിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കൂടെ ഒരു മണവാട്ടിയുടെ തോഴിമാരും അവരുടെ പാരൻസും പിന്നെ പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും അവരോട് തന്നെ ബാക്കി വിശേഷങ്ങൾ ചോദിച്ചാൽ. എൻ്റെ പേരെന്താ? ഷബാന. അപ്പോൾ അടുത്ത പ്രോഗ്രാം നിങ്ങളുടെ അല്ലേ കയറാൻ? മണവാട്ടി നിങ്ങളൊക്കെ ഒരുങ്ങിയിരിക്കുകയാണ്. എന്താ പറയാനുള്ളത്? സന്തോഷം. ഫസ്റ്റ് വാങ്ങിക്കോ? കൊണ്ടുപോകും. എത്ര ദിവസം പ്രാക്ടീസ് ചെയ്തു? ഞങ്ങൾ തുടങ്ങിട്ട്. ആരെ പാട്ടൊക്കെ പാടുന്ന? പാട്ട് നിങ്ങൾ പാടാൻ വേറെ ആൾക്കാർ അല്ല, ഞങ്ങൾ പെണ്ണിവിടാണേ. ആരെ പഠിപ്പിച്ചു തന്നതാരാ? ടീച്ചർ. ഏത് ടീച്ചറെ പഠിപ്പിച്ചത്? സുമ ടീച്ചർ. ഏതാ സുമ ടീച്ചർ? ഏതാ? ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് മൊറയൂർ പഞ്ചായത്തിലെ മണവാട്ടിയും തോഴിമാരുമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവരോടും അവരുടെ വിശേഷങ്ങൾ ചോദിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ മത്സരം എപ്പോഴാണ്? ഇത് കഴിഞ്ഞിട്ടല്ലേ അടുത്തതാണോ കയറാൻ പോകുന്നത്? അപ്പോൾ ഫസ്റ്റ് വാങ്ങിക്കോ? ആരെങ്കിലും ഫസ്റ്റ് നിങ്ങൾക്ക് വേറെ ആരെങ്കിലും വാങ്ങിച്ചെന്ത് ചെയ്യാം? നിങ്ങൾ തന്നെ വാങ്ങിക്കുന്നത് വേറെ ആരെങ്കിലും വാങ്ങിക്കോ? കൊറേ ദിവസം പ്രാക്ടീസ് ഒക്കെ ചെയ്തിരുന്നോ? ആരെ പഠിപ്പിച്ചു തന്നത് ഡാൻസ്? ഏത് ടീച്ചറെ പഠിപ്പിച്ചു തന്നത്? ടീച്ചർ പേരെന്താ? ടീച്ചറെ പേരറിയില്ല. ഓക്കെ. അപ്പൊ എന്തായാലും ഇവർക്ക് ഇത്രയും വരെ ഇങ്ങനെ മാനേജ് ചെയ്ത് പഠിപ്പിച്ചു കൊടുത്ത ടീച്ചറാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇതൊക്കെ പാരന്റ്സ് അല്ലേ ഇവരെല്ലാവരും? പഞ്ചായത്ത് പ്രസിഡന്റ് ആരാ? മെമ്പർ? ഓക്കെ. അത് ശരി. അപ്പൊ ടീച്ചറുടെ പേരെന്തായിരുന്നു? ഫർസാന. അപ്പോൾ ഇവർ പറഞ്ഞപ്പോൾ ടീച്ചറാണ്. എന്തായാലും ഇവരെ മാനേജ് ചെയ്യുന്നതിന്റെ ഒരു കാര്യം നമുക്ക് എന്തായാലും മനസ്സിലാക്കാവുന്നേ. അപ്പം എന്ത് തോന്നുന്നു ഇവരിപ്പോൾ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോൾ മത്സരം? നല്ല സന്തോഷമുണ്ട്. നമുക്ക് സമ്മാനം കിട്ടിയില്ലേലും നമ്മളെ കുട്ടികളെ പങ്കെടുപ്പിക്കാന്നാണ് ഞങ്ങൾ ഏറ്റവും വലിയ ആഗ്രഹം. ഇവരെ സന്തോഷം അതാണ്. ഏറ്റവും കൂടുതൽ ഇവർ സന്തോഷിക്കുന്ന ഈ ഒരു ദിവസങ്ങളിലാണ്. ഏത് കലോത്സവമാണെങ്കിലും പഞ്ചായത്ത് കലോത്സവമാണെങ്കിലും ജില്ലാ കലോത്സവം ബ്ലോക്ക് തലത്തിലൊക്കെ ഞങ്ങൾക്ക് കലോത്സവങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ ഒരു ദിവസം ഇവർക്ക് ഭയങ്കര സന്തോഷം. തലേന്നേ ഉറങ്ങാതിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആ വീടുകളിലൊക്കെ എല്ലാവരും നല്ല ഹാപ്പിയാണ്. എന്താ പറയുക? നമ്മൾ ഓരെപ്പോലെ തന്നെ അതിലേറെ സന്തോഷിക്കുന്നതാണ് നമ്മൾ. ഇങ്ങനത്തെ ഒരു കുട്ടികളാണെങ്കിലും മറ്റേ സാധാ കുട്ടികളെക്കാളും വലിയ രീതിയിൽ നല്ല ഇത് പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്ന കുട്ടികളാണ് എല്ലാ കുട്ടികളും. അപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇവരെ ഈ പരിപാടിയിൽ സംഘടിച്ച് ഇവരെ കാണുന്ന സമയത്ത് തന്നെ സ്റ്റേജിൽ കാണുമ്പോൾ. സമൂഹത്തിൽ നിന്നും ഒരു സമയത്ത് മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഇവരുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരുന്നതിലും അതിനൊപ്പം നിൽക്കുന്നതിലും സന്തോഷമാണെന്ന് അധ്യാപകരും മാതാപിതാക്കളും മറ്റ് ജനപ്രതിനിധികളും പ്രതികരിച്ചു. നിങ്ങളാണ് പഠിപ്പിച്ചു കൊടുത്തെന്ന് പറയുന്നത്? ഞാനും സഹപ്രവർത്തകരെല്ലാവരും കൂടെ കൂടിയിട്ടാണ് പഠിപ്പിച്ചത്. പിന്നെ ഇവർക്ക് നമ്മുടെ അക്കാദമിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കാളും ഏറ്റവും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ കലാപരമായ കഴിവുകൾ. അപ്പോൾ അതിൽ ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മണവാട്ടിയാണിത്. മണവാട്ടിക്ക് എന്താ പറയണത്? ഫസ്റ്റ് കിട്ടുമോ? മണവാട്ടി ഭയങ്കര നാണം. ഫസ്റ്റ് കിട്ടുമോ? അത് മാത്രം പറഞ്ഞാൽ മതി. ഫസ്റ്റ് വാങ്ങിക്കോ? ഫസ്റ്റ് കിട്ടുമോ? ഫസ്റ്റ് കൊണ്ടുപോകോ? അപ്പം എന്തായാലും ഇപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ അടുത്ത മത്സരത്തിന് കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയുക? തീർച്ചയായിട്ടും ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂടുതൽ പറയേണ്ടതില്ലല്ലോ. അവരെ പ്രയാസങ്ങളുള്ള കുടുംബങ്ങളിൽ നിന്ന് അവരുടെ മാനസികാവസ്ഥയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ അവരെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ള നിലക്കാണ് പ്രത്യേകിച്ച് ഞങ്ങൾ കുട്ടനാട് പഞ്ചായത്തിന് പ്രതിനിധീകരിച്ചിട്ടുള്ള കുട്ടികളാണ്.
പഞ്ചായത്തിൽ വളരെ നല്ല നിലയിൽ ബഡ്സ് സ്കൂൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വർഷത്തിൽ ഇങ്ങനെ ശലഭം ഓരോ വർഷം 23, 24 ഇപ്പോൾ 2024 നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്ക് പരമാവധി പഞ്ചായത്ത് ഓരോ ദിവസവും കുട്ടികളെ അവിടെ നിന്ന് എത്തിക്കുന്നു, പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നു. ഇതൊക്കെ മാനസികമായിട്ട് അവരുടെ രക്ഷിതാക്കൾക്ക് കൂടിയും ഒരു ഉന്മേഷവും പ്രചോദനവും നൽകുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് പഞ്ചായത്ത് എല്ലാ നിലക്കും അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് എല്ലാ സൗകര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സന്തോഷമാണ് നമുക്ക് ഏറ്റവും വലുത്. അതിനാണിപ്പോൾ ഈ ദിവസങ്ങളൊക്കെ നമ്മൾ അധ്വാനിച്ച് ഇപ്പോൾ 3 ദിവസം ഇതിനായിട്ട് മെനക്കെട്ടുകയാണ്. ഇവരെ സന്തോഷിക്കാൻ വേണ്ടി എന്താ ചെയ്യാന്നുള്ളതൊരു ഉദ്ദേശമാണ്. തീർച്ചയായിട്ടും സന്തോഷം നമ്മുടെ സന്തോഷം അവരുടെ സന്തോഷം അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നമുക്ക് അത് നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഭിന്നശേഷി കുട്ടികളുടെ ജില്ലാ കലോത്സവം നമ്മുടെ തിരൂര് ടൗൺ ഹാളിൽ അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ സ്റ്റേജുകളിലായിട്ട് എല്ലാ പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പന അവിടെ ഒരു ഭാഗത്ത് നടക്കുന്നു, ഇപ്പുറത്ത് മിമിക്രി നടക്കുന്നു. എന്തായാലും ഇവിടെ വളരെ ഉത്സവ ഒരു പ്രതീതി തന്നെയാണ് ഇവിടെ നിലവിലുള്ളത്. അധ്യാപകരായാലും പാരൻസ് ആയാലും കുട്ടികളുടെ കൂടെ വളരെ ആവേശത്തോടു കൂടി അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടെ തന്നെയുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾ ഏത് സ്ഥലം എന്ന് പറഞ്ഞത് മഞ്ചേരിയിൽ മണവാട്ടീൻ്റെ തോഴിമാറിൻ്റെയും കൂടിയാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ മത്സരമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എന്തായാലും ഇവരുടെ മത്സരമൊക്കെ അടിപൊളിയായിരുന്നു. എന്തായാലും ഒപ്പന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഫസ്റ്റ് കിട്ടുക സെക്കൻഡ് കിട്ടുക എന്നുള്ളത് ഇവിടെ പ്രധാനമല്ല അല്ലേ? നിങ്ങളൊക്കെ പങ്കെടുത്തു അല്ലേ? പങ്കെടുത്ത എല്ലാവർക്കും ഇവിടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇവിടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒന്നും പ്രധാനമല്ല. പക്ഷെ പങ്കെടുത്തവർക്കൊക്കെ ഇവിടെ അതിൻ്റെതായിട്ടുള്ള സ്ഥാനങ്ങളും ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്, അതിനായിട്ടുള്ള പ്രോത്സാഹന സമ്മാനങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവരെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നമുക്ക് ഒരു എല്ലാ സമയത്തും ഇവരെ ചേർത്ത് നിർത്തി ഇവരുടെ കാര്യങ്ങളും ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ ഒപ്പം നിർത്തി നമുക്ക് ചെയ്യാൻ പറ്റട്ടെ. നമ്മുടെ സമൂഹത്തിന് അതിന് സാധിക്കട്ടെ. എന്തായാലും ഞാനടങ്ങുന്ന നിങ്ങളടങ്ങുന്ന എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ഞാനും നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എന്തായാലും നമ്മുടെ തിരൂരിൽ നടക്കുന്ന ഈ നമ്മുടെ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ജില്ലാ കലോത്സവത്തിന് എല്ലാവരും എത്തിച്ചേരണം. അവരുടെ ഈ പരിപാടികൾ കാണണം, അവരെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് എനിക്കും പറയാനുള്ളത്. അപ്പോൾ തിരൂർ ടൗൺ ഹാളിൽ നിന്നും ക്യാമറ പേഴ്സൺ വൈഷ്ണവിനൊപ്പം റിപ്പോർട്ടർ ആയിഷ, TCV ന്യൂസ്.